ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ചെറിയ മോർണിംഗ് റൊട്ടീനാണ് ചെയ്യുന്നത്. അതും വെളുപ്പിനെ 3 മണിക്കത്ത്. ഇപ്പം സമയം 3:10 മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ ഈ സമയത്ത് തന്നെയാണ് എണീറ്റ് ഇങ്ങനെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ചില ദിവസങ്ങളിൽ ഭയങ്കര സുഖമായിട്ട് തോന്നും, ചില ദിവസങ്ങളിലൊക്കെ മടി വരും, എങ്കിലും എണീക്കാറുണ്ട്. ഈ ക്ലാസ് ഉള്ള ദിവസങ്ങളാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെളുപ്പിനെ ആവുന്നത്. കാരണം അതാകുമ്പോൾ രാവിലെ എനിക്ക് ധൃതി പിടിച്ച് ജോലി ചെയ്യണ്ടല്ലോ. ഈ വെളുപ്പിനെ തന്നെ എല്ലാം സെറ്റ് ആകുമ്പോൾ രാവിലെ എനിക്ക് സമാധാനത്തോടുകൂടി ക്ലാസ്സിന് പോകും. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നെട്ടോട്ട് പോകേണ്ട വരും. സമയമാകുമ്പോഴത്തേക്ക് എല്ലാം റെഡി ആവത്തുള്ളൂ. അങ്ങനെ ഞാൻ രാത്രി തന്നെ എല്ലാം ചെയ്തു വെക്കും. ഇന്നിപ്പോൾ ചോറ് ഇരിപ്പുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ചോറ് ഞാൻ തിളപ്പിച്ച് വെക്കും രാത്രി തന്നെ. എന്നിട്ട് ഇപ്പോൾ എടുത്ത് ഊറ്റുവാണ് ചെയ്യുന്നത്. ഇതിപ്പം ചോറുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതിനെ ആവിയേറ്റി എടുത്ത് പയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വേവിച്ച് പുറത്ത് തന്നെ വെച്ചേക്കുന്നു. പിന്നെ അതിനകത്ത് അരപ്പ് ചേർത്തു. ഉണക്കന്നെ രസം ഉണ്ടായിരുന്നു, രസം നമ്മൾ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വളരെ സിമ്പിളായിട്ട് കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഏത്തയ്ക്ക പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതാണ്. അത് നമ്മൾ ഒറ്റ ട്രിപ്പ് തന്നെയാണ് ചെയ്യുന്നത്. ഇഡലിക്കുട്ടത്തിൽ ചോറ് ആവിയേറ്റാൻ വെച്ചുകൊണ്ട് ഞാൻ പിന്നെ പുട്ടുകുറ്റിക്കകത്താണ് ചെയ്തത്. കുടത്തിനകത്ത് മുട്ടയെ ഇട്ട് മേളി കുറ്റിക്കകത്ത് ഏത്തയ്ക്കായി ആവിയേറ്റാൻ വെച്ചു. അത് അവിടെ ഇരുന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ചോറിനുള്ളത് നോക്കാം. അതിൻ്റെ കൂടെ ഇനി ചമ്മന്തി കൊടുത്തു വിടുന്നുണ്ട്. തേങ്ങ ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കൊച്ചുള്ളിയും പുളിയും അതുപോലെ തന്നെ ഉണക്കക്കൊഞ്ച് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇഞ്ചി ഇട്ടില്ല, ഉണക്കക്കൊഞ്ച് ചമ്മന്തി അരച്ചു. അങ്ങനെ നമ്മൾ ചമ്മന്തി അരച്ച് കഴിഞ്ഞു. ചമ്മന്തിയും മെഴുക്കുവരട്ടിയും രസവും അതിൻ്റെ കൂടെ പിന്നെ ഒരു മുട്ട പൊരിച്ചത് കൂടെ കൊടുത്തുവിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മുട്ട പൊരിച്ചതിനകത്ത് ഞാൻ എപ്പോഴും മുട്ട പൊരിക്കുന്നത് കൊച്ചുള്ളിയും കുരുമുളക് പൊടിയും തേങ്ങയും ഉപ്പ് കൂടി ഇട്ടിട്ട് മുട്ട പൊരിക്കാറ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ അധിക സാധനങ്ങൾ ഇടുന്ന ഇഷ്ടം, ഇക്കാക്കാണെങ്കിൽ അധിക സാധനങ്ങൾ ഇടുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എപ്പോഴും ഇടുന്നതിനേക്കാളും ക്വാണ്ടിറ്റി കുറച്ച് തേങ്ങയും ഇതൊക്കെ ഇടും. ഇടാതെ ഞാൻ കൊടുത്തു വിടത്തില്ല. പിന്നെ ചോറിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം സെറ്റായപ്പോഴത്തേക്ക് ഞാൻ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം വെളുപ്പിനെ ഒരു ചായ കുടിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇന്ന് വെളുപ്പിനെ നല്ല മഴയാന്ന് തോന്നി. ഈ സമയത്തൊക്കെ നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട്. ഈ ചോറൂടെ വിളമ്പി കഴിഞ്ഞിട്ട് പോയി മഴ പെയ്യുന്ന കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ചോറൊക്കെ പൊതിയുമായിരുന്നു. ചോറ് പൊതിയാൻ നമ്മൾ ഏകദേശം ഈ സംഭവമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ വാഴയിലയിലായിരുന്നു കൊടുത്തു വിടുന്നത്. വാഴയിലയും തീർന്ന് ഇടയ്ക്കൊക്കെ മറന്നു പോകും രാത്രി കെട്ടി വാട്ടി വെക്കാൻ. പിന്നെ വെളുപ്പിനെ ഇറങ്ങി പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ഈ കവറൊക്കെ വാങ്ങിച്ചു വെച്ച് അങ്ങനെ നമ്മൾ ചോറൊക്കെ പൊതിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട സാധനങ്ങളൊക്കെ തന്നെ ചോറിൻ്റെ കൂടെ പയർ മെഴുക്കുവരട്ടിയും ചമ്മന്തിയും മുട്ട പൊരിച്ചതും പിന്നെ രസം ഉണ്ടായിരുന്നു. ആ രസവും കൂടെ ആയപ്പോൾ ചോറ് സെറ്റായി. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പൊതിയണം. ഞാൻ അതിൻ്റെ കാര്യം അങ്ങ് മറന്നുപോയി ഇടയ്ക്ക് വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടുന്നത്. ചോറ് ബാഗിൽ വെക്കാൻ നേരത്തെ ഞാൻ ആലോചിച്ചു, അയ്യോ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തില്ലല്ലോ എന്ന്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു തട്ടത്തിനകത്താണ് സെറ്റ് ചെയ്യുന്നത്, കാരണം നല്ല ചൂടുണ്ടായിരുന്നുകൊണ്ട്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്. ഏത്തയ്ക്ക് പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും. ഈ പാത്രത്തിൽ അത്യാവശ്യം എയർ ടൈറ്റായിട്ട് ഇരുന്നോളും. പിന്നെ സ്റ്റീൽ പാത്രമാണ്. അടപ്പൊരു പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പാണ് വരുന്നത്. അത് നമ്മൾ അതെല്ലാം സെറ്റാക്കി നമ്മുടെ ഏകദേശ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പോയി മഴ കാണാം. അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ട്രെയിൻ ലേറ്റ് ആയിരുന്നുകൊണ്ട് സമയം ഉണ്ടായിരുന്നു. സോ നമ്മൾ പോയിരുന്ന് കുറച്ച് നേരം മഴയൊക്കെ കണ്ടു. അങ്ങനെ മഴയൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇക്ക ഡ്യൂട്ടിക്ക് പോകാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. കോട്ടയ്ക്ക് ഇട്ട് സെറ്റായിട്ട് പോകാൻ പോവാണ്. അങ്ങനെ ഇക്ക ഇനി പറഞ്ഞിട്ടിട്ട് വേണം ബാക്കി നമ്മൾ അടുക്കളയിൽ പാത്രം കഴുകലൊക്കെ നടത്താൻ. അങ്ങനെ ഇക്കയെ പറഞ്ഞ് ഡ്യൂട്ടിക്ക് വിട്ട് നമ്മൾ വന്ന് പാത്രമൊക്കെ കഴുകുകയാണ്. ഇനി പാത്രമൊക്കെ കഴുകിയിട്ട് പോയി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഒരു രസമാണല്ലോ കാണാൻ. ഇല്ലെങ്കിൽ പിന്നെ രാവിലെ പാത്രം കഴുകണമെന്നുള്ളൊരു ഒന്നോ അത് വരാതിരിക്കാൻ നമ്മളിപ്പോഴേ പാത്രമൊക്കെ കഴുകി സെറ്റാക്കിയിട്ടാണ്. അങ്ങനെ നമ്മൾ പാത്രമൊക്കെ കഴുകി സെറ്റാക്കിയിട്ട് പോയി വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള കുറച്ച് എഡിറ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങും. കാരണം നമുക്ക് ഒത്തിരി സമയമുണ്ടല്ലോ. പിന്നെയും ഇപ്പോൾ 4 മണിയൊക്കെ ആയതേ ഉള്ളൂ, കണ്ടോ, 4:10 ആയുള്ളൂ. എന്നാൽ പിന്നെ ഞാൻ ഉറങ്ങട്ടെ, ടാറ്റാ.